എല്ലാവർക്കും നമസ്കാരം. സങ്കീർത്തനം 20:7 പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരിൽ ആശ്രയിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ, ബാക്കിയുള്ളവർ, ദൈവത്തിൽ ആശ്രയിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അവർ പലരിലും ആശ്രയിക്കും, അല്ലേ? എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ ഹോൾഡുള്ള വ്യക്തികളിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ പണമുള്ള വ്യക്തികളിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ സ്വാധീനമുള്ള വ്യക്തികളിലൊക്കെ ആശ്രയിക്കും. എന്നാൽ ഒരു ഭക്തൻ ആശ്രയിക്കേണ്ടത് ആരിലാണ്? ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കേണ്ടതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതാണോ? അല്ല, അല്ലേ? ദൈവത്തിൻ്റെ വചനം എന്താണ്? അത് ദൈവം തന്നെയാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആരാ? ദാവീദാ എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് എങ്ങനെയാണ്? ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് എഴുതിയത്, അല്ലാതെ വേറെ ആരും പറയുന്നത് കേട്ടിട്ട് എഴുതിയതല്ല. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഈ ദൈവം താങ്ങിയത്, ഈ ദൈവം നടത്തിയത്, അങ്ങനെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ആർക്ക് പറയുവാനായിട്ടുണ്ട്? ദാവീദിന് പറയുവാനായിട്ടുണ്ട്. അപ്പോൾ ദാവീദ് എവിടെയായിരുന്നു? ആടിനെ മേയിച്ച് ആ കാട്ടിലൂടെ നടന്നപ്പോൾ എന്താണ്? അവിടെ ഒരു വലിയ കരടിയും സിംഹവും ഒക്കെ വന്നു. അപ്പോൾ ദാവീദിൻ്റെ ആടിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നു. അത് ദാവീദിന് നേരെയും വന്നു, അല്ലേ? അപ്പോൾ അവിടെ വന്നപ്പോൾ അതിനെയൊക്കെ തകർക്കുവാനുള്ള ബലം എവിടുന്നാണ് കിട്ടിയത്? കാരണം അന്ന് ദാവീദ് ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലനായിരുന്നു, അല്ലേ? അപ്പോൾ ഈ ബാലനായ ദാവീദിന് എവിടുന്നാണ് ഇത്രയും ബലം കിട്ടിയത്? ദാവീദിനറിയാം, ദാവീദിനെ കൊണ്ട് പറ്റത്തില്ല. തന്നെ കഴിഞ്ഞ് ബലമുള്ള കരടിയനെയോ അല്ലെങ്കിൽ ഈ സിംഹത്തിനെയോ ഒന്നും തകർക്കുവാനുള്ള ബലം ആർക്കില്ല? ദാവീദിനില്ല. അപ്പോൾ അവിടെ ആരായിരുന്നു ദാവീദിൻ്റെ കൂടെ ഇറങ്ങി വന്നത്? ദൈവമായി ഇറങ്ങി വന്നതല്ലേ? മുൻപിൽ ദാവീദ് നിന്നുവെങ്കിലും ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചതാരാ? ദൈവമാണ് പ്രവർത്തിച്ചത്. ദൈവത്തിൻ്റെ ബലം ദാവീദിൻ്റെ മേൽ പകർന്നിട്ട് ദാവീദ് എന്താ ചെയ്തത്? ആ സിംഹത്തെയും കരടിയെയും ഒക്കെ തകർത്ത് കളയുവാൻ ദാവീദിന് സാധിച്ചു. അപ്പോൾ ആടിനെയും രക്ഷിച്ചു. ദാവീദിൻ്റെ ഒരു ആട് പോലും നഷ്ടമായില്ല. ആടിനെയും രക്ഷിച്ച് സ്വന്തം ജീവനും രക്ഷിക്കുവാനായിട്ട് ഇടവരുത്തി. അതാരാ ഇടവരുത്തിയത്? ദൈവമായി ഇടവരുത്തിയതല്ലേ? ഇത് ദാവീദ് തന്നെ തിരിച്ചറിഞ്ഞത്. കാരണം ദാവീദിനറിയാം ദാവീദിൻ്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് ദാവീദിനറിയാം. അതുകൊണ്ടാണ് ദാവീദ് ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചതാണ്. ഇനി അതുമാത്രമാണോ? അല്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്താണ്? ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവം കൊടുത്ത ബലവും മാത്രമായിരുന്നു ദാവീദിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്, അല്ലേ? ഗോലിയാത്തിനെ വീഴിച്ചു, അല്ലേ? ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് വീഴിച്ചു. അത്രയും വലിയ മല്ലനെയൊക്കെ ഒരു കല്ലുകൊണ്ട് വീഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെയും ആരാണ്? ദൈവത്തിൻ്റെ ബലം. ദൈവം ദാവീദിനെ മുന്നിൽ നിർത്തി ദൈവം യുദ്ധം ചെയ്തു ദാവീദിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദാവീദിന് വേണ്ടി ദൈവം ഇത്രത്തോളം പ്രവർത്തിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ദാവീദ് മനുഷ്യരിൽ ആശ്രയിച്ചില്ല. ദാവീദ് ആരിൽ ആശ്രയിച്ചത്? ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലും. നമ്മൾക്ക് എന്ത് വിഷയങ്ങൾ വന്നാലും നമ്മൾ ആരിൽ മാത്രം ആശ്രയിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ലോകം പലതും പറയും, ചുറ്റുമുള്ളവർ പലതും പറയും, കൂടത്തിലുള്ളവർ പലതും പറയും. പക്ഷെ നമ്മൾ ആശ്രയിക്കേണ്ടത് ആരിലാണ്? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അല്ലാതെ നമ്മൾ അവരിലും ഇവരിലും എല്ലാം ആശ്രയിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ആശ്രയം 100% എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രമായിരിക്കണം. ദൈവം നമ്മൾക്ക് ഗൈഡൻസുകളെ തരും. ദൈവം നമ്മൾക്ക് ആലോചനകളെ പറഞ്ഞു തരും. ഏത് വഴിക്ക് നീങ്ങണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ ദൈവം നമ്മൾക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് നമ്മളുടെ ആശ്രയം എപ്പോഴും എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. നമ്മൾക്ക് ചുറ്റും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ശത്രു വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവർ പോകുന്ന അതേ വഴിയിലൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങ് പുകഴുക, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. ഓർക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസമില്ല എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മളുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളിൽ ഒന്നാമത് വരേണ്ടത് എന്താണ്? വിശ്വാസം വരണം, അല്ലേ? ഈ വിശ്വാസം വന്നു കഴിയുമ്പോഴേ എന്തു വരത്തുള്ളൂ? ദൈവത്തിലുള്ള ആശ്രയം നമ്മളുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ
എത്ര വലിയ വിഷയങ്ങളുടെ മുൻപിൽ നിന്നാലും, നമ്മൾക്കെതിരെ എത്ര വലിയ ബലവാനായ വ്യക്തികൾ എഴുന്നേറ്റാലും, ശക്തികൾ എഴുന്നേറ്റാലും, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആരിൽ മാത്രം ആശ്രയിച്ചാൽ മതി? നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ആശ്രയം വെറുതെ ആകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മളുടെ ആശ്രയം ദൈവത്തിലാണെന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്കറിയാം, വിശ്വാസമൊക്കെ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇന്നത് മാറ്റി പറയുകയാണ്. നമ്മൾക്കറിയാം, ഇന്ന് ആഭരണം ഇടണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? അവിടെയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടതും നമ്മൾ ആശ്രയിക്കേണ്ടതും ആരിലാണ്? ദൈവത്തിൽ മാത്രമാണ്. കാരണം ഓർക്കുക, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലം വരുമ്പോൾ എന്താണ്? വിശ്വാസത്യാഗങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം ത്യജിക്കുന്ന ഒരു അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലോട്ട് കടന്നു വരും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. ഈ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തറിഞ്ഞിരിക്കണം? ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ദൈവത്തിൻ്റെ വചനം നമ്മൾ എപ്പോഴും വായിക്കണം. അത് നമ്മൾ എന്താ പറയുക, അതിൽ നമ്മൾ ഉറച്ചോണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചില്ല എങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾക്ക് എന്താണ് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം പലരും പറയും, ഇപ്പോൾ ഒരു വലിയ ആശാരി ഉപദേശി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മകൻ പറയുന്നുണ്ട്, അദ്ദേഹം ഏകദേശം ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ കുറേ നാളുകൾ അദ്ദേഹം എന്താണ് ദുരാത്മാവിൽ ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പണം ഉണ്ടാക്കുക മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദൈവം 2017 ശേഷമാണ് അദ്ദേഹത്തിന് ഒരു എൻകൗണ്ടർ കൊടുക്കുവാനായിട്ട് ഇടയായത്. എന്ന് വെച്ചാൽ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുവാനായിട്ട് ഇടയായതും അദ്ദേഹം ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇനി അതുപോലെ തന്നെ നമ്മുടെ IPCയിലെ KC ജോൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം പറഞ്ഞു, ആഭരണം ഇടണ്ട എന്ന് പറഞ്ഞിട്ട് പെന്തക്കോസ്തുകാരെ ഉപദേശിച്ചതും തെറ്റായി പോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആഭരണം ഇടാനും പറയുന്നില്ല, എന്നാൽ ഊരാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഹോരേബ് പർവ്വതത്തിൽ മരുഭൂമിയിൽ വെച്ചിട്ട് ഇവരോട് ആഭരണം ഇടരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ആഭരണം ഉപേക്ഷിച്ചൊരു കഥയൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആഭരണത്തെക്കുറിച്ചൊന്നും തൊടുന്നേ ഇല്ല. അത് ഇടാനും പറഞ്ഞിട്ടില്ല, ഊരാനും പറഞ്ഞിട്ടില്ല. ഇനി ആഭരണം ഇടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അത് ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കാര്യമാണ്. അതിനകത്തൊന്നും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസുകളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ ആഭരണം ഊരുക എന്നൊക്കെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പറയുവാനുള്ള കാരണം എന്താണോ? അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ഒത്തിരി കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും സമത്വം, എല്ലാവരും ഒരുപോലെ ആയിരിക്കുവാൻ, എന്ന് വെച്ചാൽ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെയുള്ളൊരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് വേണമെങ്കിൽ പിന്തുടരാം, ഇല്ലെങ്കിൽ പിന്തുടരണ്ട. അതൊക്കെ നമ്മളും ദൈവവുമായിട്ടുള്ള തീരുമാനമാണ്. അതൊന്നുമല്ല ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മനസ്സ്, അല്ലേ? നമ്മളുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ പുറമെ എത്ര വിശുദ്ധി കളിച്ചാലും കാര്യമില്ല. നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാകണം? ഉള്ളിൽ ദൈവവുമായിട്ട് ഒരു നിരപ്പ് പ്രാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മളുടെ മനസ്സിനകത്തൊരു മാനസാന്തരം, ഒരു രൂപാന്തരം ഉണ്ടാകണം. ഇല്ല എങ്കിൽ പുറമെയുള്ള കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല എൻ്റെ ടോപ്പിക്ക്. അതൊക്കെ അവർ പറയുകയോ പറയാതിരിക്കുകയോ എന്തും ചെയ്യട്ടെ, അതൊന്നുമല്ല എൻ്റെ ടോപ്പിക്ക്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ഇന്നൊന്ന് പറയും നാളെ മാറ്റി പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് കർത്താവ് ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ, അല്ലേ? അതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മളെപ്പോലെ സാധാരണ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ വരുന്നത്? അയ്യോ, ഇതൊക്കെ നുണയായിരുന്നു, അപ്പോൾ ഇവർ പറഞ്ഞതെല്ലാം നുണയാണോ? ഇവരിനി നാളെ അത് മാറ്റി പറയുമോ? ഇവരെന്താണ് ഈ പറയുന്നതൊക്കെ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളെപ്പോലെയുള്ള സാധാരണ ക്രിസ്ത്യാനികളുടെ മനസ്സിലോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ അവിടെ എന്തും നടക്കട്ടെ, അവർ ഇന്ന് പറയുകയോ നാളെ മാറ്റി പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഇനി അവർ ദുരാത്മാവിലോ പരിശുദ്ധാത്മാവിലോ എങ്ങനെ വേണമെങ്കിലും ശുശ്രൂഷിക്കട്ടെ, നമ്മളുടെ എന്താ പറയുക രക്ഷ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കണം. വചനത്തിനകത്ത് നമ്മൾ ഉറച്ചോണം. ദൈവത്തോട് പറയണം, ദൈവമേ അവിടുന്ന് എനിക്ക് വചനത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തന്നു എന്നെ ഒന്ന് വഴി നടത്തണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദൈവം തീർച്ചയായിട്ടും വചനത്തിൻ്റെ പൊരുളുകളെ നമ്മൾക്ക് തിരിച്ചു തന്ന് ദൈവം നമ്മളെ വഴി നടത്തുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ ഈ അന്ത്യകാലഘട്ടങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങ് ഉറച്ചോണം. വചനത്തിൽ മാത്രം മുറുകെ പിടിക്കുക. വചനം എന്തു പറയുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ വ്യക്തികൾ
പലതും പറയും, അതല്ല നോക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അത് നോക്കി ആ വചനം ഫോളോ ചെയ്യുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വചനത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരണം. ഇല്ല എങ്കിൽ നമ്മൾ ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓർക്കുക, നമ്മൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും കരുതലും കാവലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കണമെങ്കിൽ എന്താണ്? ദൈവത്തെ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ നമ്മൾ അറിയണം. ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണെന്നുള്ളൊരു ഉറച്ച ബോധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാത്തിനും ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ള ഉറച്ച ബോധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ലഭിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾക്ക് വിശ്വാസം വരണം, അല്ലേ? വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക, ഉറക്കെ വായിക്കുക, അത് പഠിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ദൈവമേ വചനത്തിൻ്റെ പൊരുളുകൾ, അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ വചനം വായിക്കാനിരിക്കുക. ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ എന്താണ് അടുത്തത്? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലൊന്ന് നിറയ്ക്കണമേ, അഭിഷേകത്താലൊന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന നല്ല ദാനങ്ങൾ ദൈവം നമ്മൾക്ക് തരിക തന്നെ ചെയ്യും. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് തരിക തന്നെ ചെയ്യും. ആത്മാവിനെ അളവ് കൂടാതെ തരും. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മളെ ഇറക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് യാചിക്കുക. ദൈവം നമ്മൾക്ക് വചനത്തിൻ്റെ ഒരു ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും. ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. നമ്മളുടെ ആശ്രയം ദൈവത്തിലാകുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ. ഏത് വലിയ വ്യക്തികളോ ശക്തികളോ നമ്മൾക്കെതിരെ എഴുന്നേറ്റാലും, ഏത് ആഭിചാരങ്ങളും മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, എന്ത് വിഷയങ്ങൾ നമ്മൾക്കെതിരെ വന്നാലും, ശത്രു ഏത് ആയുധങ്ങൾ നമ്മൾക്കെതിരെ ഒരുക്കിയാലും എന്താണ് അവിടെയൊക്കെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. ഈ രഥങ്ങളിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കാൻ പോകുന്നവർക്ക് ആ ആശ്രയം എപ്പോഴും ഉണ്ടാകുമോ? ഇല്ല. കാരണം രഥചക്രങ്ങളെ തെറ്റിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മൾ കണ്ടുവല്ലേ, ഫറവോന്റെ രഥചക്രങ്ങളെ തെറ്റിച്ചു കളഞ്ഞ ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. അപ്പോൾ ഈ കുതിരകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാ? ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഇതിനെയൊക്കെ സൃഷ്ടിച്ച, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ആശ്രയം ദൈവത്തിൽ മാത്രമാകട്ടെ. നമ്മളുടെ ആശ്രയം ദൈവത്തിലാകുമ്പോൾ ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. ഈ വചനമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വചനം നമ്മൾക്ക് വേണ്ടി ക്രിയ ചെയ്യുവാനായിട്ട് ഇടയാകും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.